ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് റവ വെച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിതവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് തന്നെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എത്രയാണോ റവ എടുത്തിട്ടുള്ളത് ആ ഒരു സെയിം അളവിൽ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ റവ ജസ്റ്റ് ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് 5 മിനിറ്റിൽ കൂടുതലൊന്നും നമ്മൾ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 5-10 മിനിറ്റ് വെച്ചാൽ മതി മാക്സിമം. അപ്പോൾ അതാ നല്ലപോലെ തന്നെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ റവ മുഴുവനായിട്ട് ഞാനിവിടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4-5 ചുവന്നുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു അല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു റവയുടെ മിക്സ് ഞാനിപ്പോൾ ഇവിടെ വേറൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു മിക്സി ജാറിൽ തന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വീണ്ടും ഇതിലേക്ക് തന്നെ തിരിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ നല്ല കട്ടിയിലാണ് നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുക. അപ്പോൾ അതാ ഞാനതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ റെഡിയാക്കി എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ബേക്കിംഗ് സോഡ എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി അടുത്തതായിട്ട് ഒരു പാന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു മിക്സിൽ നിന്നും ഓരോ കയ്യിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി നമ്മൾ സാധാരണ ദോശയൊക്കെ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ 1-2 മിനിറ്റ് ഇതേപോലെ വെച്ച് കൊടുക്കുന്ന സമയത്ത് അതിലേക്ക് നല്ല ഹോൾസൊക്കെ ആയിട്ട് വരും. ഇനി ഇതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 1-2 സെക്കൻഡ് മാത്രം നമ്മളിതിനൊന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ ഒരു അപ്പം അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് പാനിൽ നിന്നും മാറ്റി കൊടുക്കാം. അടുത്തതും സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ അവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ തലേന്നൊക്കെ അരി വെള്ളത്തിലിട്ട് വെക്കാനോ അരി അരച്ച് വെക്കാനൊക്കെ മറന്നു പോകുന്നവർക്കൊക്കെ രാവിലെ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒരുപാട് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ അടച്ച് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ അത് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ അത് അടുത്തതും ഇതേ ഒരു രീതിയിൽ തന്നെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദിവസം മുഴുവൻ വെക്കുകയാണെങ്കിലും ഈ ഒരു സോഫ്റ്റ്നെസ്സോട് കൂടെ തന്നെയാണ് നമ്മുടെ ഈ ഒരു അപ്പം ഉണ്ടാവുക. അപ്പോൾ ഇഷ്ടമുള്ള കറിയുടെ കൂടെ നമുക്കത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് സിമ്പിളായിട്ടൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ട് നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.